ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കൊറോണ വൈറസ് ആസ് എ പോസിറ്റീവ് വൈറസ്. എങ്ങനെയാണ് നമുക്ക് ഈ കൊറോണ വൈറസിനെ പോസിറ്റീവ് വൈറസ് ആയിട്ട് കാണാനായിട്ട് പറ്റുക എന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ വിനാശം വിതച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കൊറോണ വൈറസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മനുഷ്യനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത്? ഓക്കെ, നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കാം. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമുക്കിവിടെ കുറേ മുളങ്കാടുകൾ കാണാം, പിന്നെ ചീവീടിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം, പിന്നെ മരങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി വളരെ സമ്പന്നമാണ് അല്ലേ? മൃഗങ്ങളാലും മരങ്ങളാലും എല്ലാം പ്രകൃതി വളരെ സമ്പന്നമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജലാശയങ്ങളിലൊക്കെ വിവിധ തരം മത്സ്യങ്ങൾ ജീവിക്കുന്നുണ്ട്, വിവിധ തരം സ്രാവുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റിപ്പോർട്ട് അനുസരിച്ച് ഓസോൺ പാളിയുടെ വിള്ളൽ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയെ മൊത്തത്തിൽ നമുക്ക് ഒരു എന്തായിട്ട് എടുക്കാം? ഒരു വലിയ സമൂഹമായിട്ട് എടുക്കാം. അപ്പോൾ ഈ പ്രകൃതിയാകുന്ന സമൂഹത്തിലെ ഒരു ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗംഗ ഡോൾഫിൻ എന്ന് പറഞ്ഞ ഡോൾഫിൻസ് ഒക്കെ അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ വംശനാശം വന്ന ജീവികളൊക്കെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയിൽ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളെ പ്രകൃതി തന്നെ പരിഹരിക്കുന്ന രീതിയിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സമൂഹത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റിലീജിയസ് സമൂഹത്തിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോ അങ്ങനെ എന്തിൻ്റെങ്കിലും ഒരു അംഗമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ അവരുടെ ആശയങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോരുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ അതിൽ നിന്ന് പുറത്താക്കും അല്ലേ? ആ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു ട്രൈബിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ ട്രൈബിൻ്റെ ഇതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കും അല്ലേ? അതുപോലെ നമ്മളൊരു പ്രകൃതിയെ ഒരു സമൂഹമായിട്ട് എടുക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ അതിലെ ഒരു അംഗം മാത്രമാണ്. നമ്മൾ അവിടെ പ്രകൃതിയുമായിട്ട് യോജിച്ച് പോകേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പ്രകൃതി പതിയെ നമ്മളെ ഔട്ടാക്കുന്നു അല്ലേ? അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് പോവുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ കൊറോണ വൈറസ് നമുക്ക് തരുന്നത്. അത് നമ്മളെ കൂടുതൽ പോസിറ്റീവ് എനർജറ്റിക്കുമാക്കും. കൂടുതൽ പ്രകൃതിയോട് ചേർന്നിരിക്കുന്നത് വഴിയായിട്ട് മലിനീകരണത്തെ ഒഴിവാക്കാനും കൂടുതൽ നല്ല വായു ശ്വസിക്കാനും അങ്ങനെ പ്രതിരോധ ശക്തി കൂട്ടുവാനും നല്ല മനുഷ്യരായിട്ട് മാറുവാനും കൊറോണ വൈറസ് നമ്മളെ സഹായിക്കുന്നു. സോ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം. താങ്ക് യു ഫ്രണ്ട്സ്.